വെക്കുന്ന സമയത്ത് നമ്മൾ ഹിഞ്ചിങ് ഓൺ ആക്കരുത്. കാര്യങ്ങൾ ഓൺ ആക്കുന്ന സമയത്ത് ബാക്കിൽ ഈ ഒരു ഡ്രെയിൻ വാൽവ് റൈറ്റിലേക്ക് ടൈറ്റ് ചെയ്യാൻ നേരത്ത് ഗ്യാസ് അങ്ങനെയാണ് വർക്കിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ലൈറ്റർ വെച്ച് റെഗുലേറ്ററിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ആവും. അതേപോലെ ഇനി ഈ ഒരു ടോപ്പിൽ ബെൽറ്റ് വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വർക്ക് കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് ഗ്യാസ് വാൽവ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് ഫയർ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഹീറ്റാവുന്ന സമയത്ത് ബാക്കിൽ ആ ഒരു വാൽവ് കാര്യങ്ങൾ കോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് വരുന്നത് കണക്റ്റിംഗ് ചെയ്യുമ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യുക. വാട്ടർ ലെവൽ റീച്ച് ആയതിനു ശേഷം ഈ ഒരു വാൽവ് കാര്യങ്ങൾ ക്ലോസ് ചെയ്യുക. ചെക്ക് ചെയ്യാനുണ്ട് പ്രോപ്പറായിട്ട് തന്നെ കംപ്രസർ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പറായിട്ട് ആ കെമിക്കലും കാര്യങ്ങളും പാസ്സാകും. കാണിക്കുന്ന സമയത്ത് സീറോയിന് മുകളിൽ ഈ ഒരു ബോൾ വാൽവും കാര്യങ്ങളും തുറന്ന് വെള്ളം സ്വിച്ചിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ പെഡൽ സ്വിച്ച് നമ്മൾ ജസ്റ്റ് ഔട്ട് സ്റ്റിക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൗണ്ട് കാര്യങ്ങൾ കേൾക്കും. പിന്നെ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യും. ആണ് ആ ഒരു കെമിക്കൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. രണ്ട് ഗണ്ണിൻ്റെ വർക്കിംഗ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു കെമിക്കൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു